ಪಿತನ ಸುಧನ ಮತ್ತು ಪವಿತ್ರಾತ್ಮನ ನಾಮದಲ್ಲಿ ಆಮೆನ್. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രഭു ക്രിസ്തರಲ್ಲಿ ಆತ್ಮೀಯ സഹോദര സഹോദരിയರೇ, RRC ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരിക്കൽ കൂടെ എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. RRC ധ്ಯಾನ ಕೇಂದ್ರದ ಪರವಾಗಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಪ್ರಾರ್ಥನಾ ಶುಭವನ್ನು ಕೋರುತ್ತಿದ್ದೇವೆ. സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനത്തോടുകൂടി ചേർന്ന് നിൽക്കാൻ ഒരു ദിവസം കൂടെ തന്നതിന് നമുക്ക് നന്ദി പറയാം. ಅತಿ ಪ್ರಿಯರೇ, ಮತ್ತೊಂದು ದಿನ ಪ್ರಭು ಯೇಸು ಕ್ರಿಸ್ತರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಜೀವಿಸಲು ಅವಕಾಶವನ್ನ ಮಾಡಿಕೊಟ್ಟದಕ್ಕಾಗಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸೋಣ. നമ്മൾ ഓരോ ദിവസവും കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ വചനം നമ്മളെ പതിയെ പതിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ಪ್ರತಿದಿನ ನಾವು ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಸಂಚರಿಸುವಾಗ ದೇವರ ವಾಕ್ಯ ದಿನೇ ದಿನೇ ನಮ್ಮನ್ನ ಪರಿಶುದ್ಧ ಮಾಡಿ ದೇವರ ಸ್ವಾರೂಪ್ಯದಲ್ಲಿ ಉಂಟು ಮಾಡುತ್ತದೆ. കർത്താവിന്റെ പുതിയ പുതിയ വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ, നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ಇದುವರೆಗೂ ನಾವು ಕೇಳಿರದಂತ ದೇವರ ವಾಕ್ಯದ ಗೂಢಾರ್ಥಗಳನ್ನ ಪರಿಶುದ್ಧಾತ್ಮರು ನಮಗೆ ತಿಳಿಸುತ್ತಿದ್ದಾರೆ. നിങ്ങൾ സാധിക്കുന്നവർക്കെല്ലാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വചന പ്രഘോഷണത്തിൽ നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ನಾವೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸೇರಿ ದೇವರ ವಾಕ್ಯದ ಅಧ್ಯಯನವನ್ನು ಮಾಡುವ ಈ ಸಮಯದಲ್ಲಿ ನಿಮ್ಮೆಲ್ಲ ಸ್ನೇಹಿತರಿಗೆ ಇದನ್ನ ಶೇರ್ ಮಾಡಿಕೊಡಿ. പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 31-ാം വാക്യം. ಸಿರಾಕನ ಗ್ರಂಥ 24ನೇ ಅಧ್ಯಾಯ ವಚನ 31. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ನಾನು ನನ್ನ ತೋಟವನ್ನು ಮತ್ತು ನನ್ನ ಭೂಮಿಯನ್ನು ಹಸನು ಮಾಡಿದೆನು. എൻ്റെ തോട് നദിയായി, നദി സമുദ്രമായി. ಅಲ್ಲಿ ನನ್ನ ನದಿ ಒಂದು ಸಣ್ಣ ಬುಗ್ಗೆಯಾಗಿ ಅದು ನದಿಯಾಗಿ ದೊಡ್ಡ ಸಮುದ್ರವಾಗಿ ಮಾರ್ಪಾಡಾಯಿತು. അതായത് ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവിടുന്ന് എനിക്ക് പരിശുദ്ധാത്മാവിനെ തരും, അത് വളരെ അധികമായിട്ട് തരും എന്ന് പറയുകയാണ്. ಸೊ ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ನಾವು ಒಂದಾದಾಗ ದೇವರ ವಾಕ್ಯದ ಶಕ್ತಿ ಪರಿಶುದ್ಧಾತ್ಮರನ್ನ ನಮಗೆ ಅನುಗ್ರಹಿಸುತ್ತದೆ. ಆ ಪರಿಶುದ್ಧಾತ್ಮರು ದೊಡ್ಡ ಶಕ್ತಿಯಾಗಿ ಮಾರ್ಪಾಡಾಗುತ್ತಾರೆ. പരിശുദ്ധ അമ്മയുടെ സഹായം, വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ മാതാവിന്റെ സഹായം തേടി നമുക്ക് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ವಾಕ್ಯದ ತಾಯಿಯಾದ ಮಾತೆ ಮರಿಯಮ್ಮನವರ ಮಧ್ಯಸ್ಥಿಕೆಯೊಂದಿಗೆ ನಾವು ಸೇರಿ ಪ್ರಾರ್ಥಿಸೋಣ. ನಮೋ ಮರಿಯೇ ವರಪ್ರಸಾದ ಪೂರ್ಣೆ, ಕರ್ತರು ನಿಮ್ಮೊಡನು ಇದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದರ ಫಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯ ದೇವಮಾತೆಯೇ, ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೆನ್. സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനം ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ಪ್ರಿಯರೇ, ನಾವು ಆದಿಕಾಂಡವನ್ನ ನಾವು ಅಧ್ಯಯನ ಮಾಡುತ್ತಾ ಬಂದಿದ್ದೇವೆ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് ജനത്തിന്റെ തിന്മ വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജനതകളെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹ എന്നൊരാളെ മാത്രം ദൈവം രക്ഷപ്പെടുത്തുന്നത് കണ്ടു. ಕಳೆದ ಸಂಚಿಕೆಯಲ್ಲಿ ನಾವು ಧ್ಯಾನಿಸಿದೆವು, ದೇವರು ಇಡೀ ಜಗತ್ತನ್ನು ಪಾಪದ ನಿಮಿತ್ತ ನಾಶ ಮಾಡಿದರೂ ಸಹ ನೀತಿವಂತನಾದ ನೋಹನನ್ನು ಸಂರಕ್ಷಿಸಿದರು. നോഹയെ രക്ഷിച്ചതിന് ശേഷം നോഹ ദൈവത്തിന്റെ സന്നിധിയിൽ ബലിയർപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ദൈവം തന്നെ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഇങ്ങനെ ഭൂമുഖം മുഴുവനെയും ഞാൻ നശിപ്പിക്കത്തില്ലെന്ന്. ಜಲಪ್ರಳಯ ನಿಂತ ನಂತರ ನೋಹನು ದೇವರಿಗೆ ಶ್ರೇಷ್ಠವಾದ ಬಲಿಯನ್ನು ಸಮರ್ಪಿಸಿದನು. ಅದರಿಂದ ತೃಪ್ತರಾದ ದೇವರು ಹೇಳಿದರು, ಇನ್ನು ಮೇಲೆ ನಾನು ಜಗತ್ತನ್ನು ಈ ರೀತಿ ನಾಶ ಮಾಡುವುದಿಲ್ಲ ಎಂದು. കാരണം മനുഷ്യ മക്കളുടെ ഹൃദയത്തിന്റെ ചിന്തകളും വികാരങ്ങളും എല്ലാം പാപത്തിലേക്ക്, തിന്മയിലേക്ക് ഒരു ചായ്വുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി. ಕಾರಣ ದೇವರಿಗೆ ಚೆನ್ನಾಗಿ ತಿಳಿದಿದ್ದರು, ಈ ಮನುಷ್ಯನ ಹೃದಯದ ಆಲೋಚನೆ ಸದಾ ಕೆಟ್ಟದ್ದರಿಂದ ತುಂಬಿ ಹೋಗಿದೆ. അവിടെയും ആ ദൈവം അത് അംഗീകരിച്ചുകൊണ്ട് നമ്മളോട് കരുണ കാണിക്കുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ಹಾಗಿದ್ದ ಪರಿಸ್ಥಿತಿಯಲ್ಲೂ ದೇವರು ನಮ್ಮನ್ನ ಸ್ವೀಕರಿಸಿ ಅಪಾರ ಕರುಣೆಯಿಂದ ನಮ್ಮನ್ನು ಮುನ್ನಡೆಸುತ್ತಿದ್ದಾರೆ. ഇന്ന് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ಇಂದು ಆದಿಕಾಂಡ 9ನೇ ಅಧ್ಯಾಯ ವಚನ 18ರಿಂದ ಧ್ಯಾನಿಸೋಣ. നമ്മൾ ഓരോ കുടുംബങ്ങളെയും തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ആദ്യം നമ്മൾ കണ്ടത് ആദോ ഹവ്വായും അവരുടെ പുത്രന്മാരുടെയും ഒരു കുടുംബത്തെയാണ്. ನಾವು ಆದಿಕಾಂಡ ಆದ ಮತ್ತು ಹವ್ವ ಅವರ ಮಕ್ಕಳು ಆ ಕುಟುಂಬದ ಕುರಿತು ಧ್ಯಾನಿಸಿದೆವು. ഇന്ന് നമ്മൾ കാണുന്നത് നോഹയുടെ പുത്രന്മാര്, നോഹയുടെ കുടുംബത്തെ പറ്റിയാണ് കാണുന്നത്. ಇಂದು ನೋಹನ ಕುಟುಂಬದ ಬಗ್ಗೆ ಚಿಂತಿಸೋಣ. ഓരോ കുടുംബത്തിലും സംഭവിക്കുന്ന പരാജയങ്ങളും അതുപോലെ തന്നെ ആ പരാജയത്തിന് ദൈവത്തിന്റെ വലിയ കരുണയും നമ്മൾ കാണുന്നുണ്ട്. ಒಂದೊಂದು ಕುಟುಂಬದಲ್ಲಿ ಉಂಟಾಗುವ ಅಪಜಯ, ಸೋಲುಗಳು ಮತ್ತು ದೇವರು ಆ ಸೋಲುಗಳಲ್ಲಿ ಮಾಡುವಂತಹ ಕರುಣೆಯ ಕಾರ್ಯಗಳು. ഇന്ന് നമ്മൾ കാണുന്നത് നോഹയിൽ നിന്നും നോഹയുടെ മക്കളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന വലിയൊരു സംഭവം, ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. ನೋಹ ಮತ್ತು ಮಕ್ಕಳೊಟ್ಟಿಗೆ ಉಂಟಾಗುವ ಒಂದು ಘಟನೆಯನ್ನ ನೋಡುತ್ತೇವೆ. ಇದು ನಮ್ಮ ಒಂದೊಂದು ಕುಟುಂಬದಲ್ಲಿ ನಡೆಯುವ ಘಟನೆಯಾಗಿರುತ್ತದೆ. 18-ാം വാക്യം, 9-ാം അധ്യായം 18-ാം വാക്യം ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വായിക്കുക.
പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത് എന്നിവരായിരുന്നു. 9:18 ನಾವೆಯಿಂದ ಹೊರಟು ಬಂದ ನೋಹನ ಮಕ್ಕಳು ಶೇಮ್, ಹಾಮ್, ಯಫತ್ ಎಂಬುವರು. ഹാം ആയിരുന്നു കാനാന്റെ പിതാവ്. ಆಮನು ಕಾನಾನನ ತಂದೆ. കണ്ടോ, അത് ആ ഒരു വാക്യത്തിൽ എടുത്തു പറയാണ്, ഹാം ആയിരുന്നു കാനാന്റെ പിതാവ്. ಇಲ್ಲಿ ಒಂದು ವಿಶೇಷ ನಮಗೆ ಕಂಡು ಬರುತ್ತದೆ, ಹಾಮನು ಕಾನಾನ ಎಂಬುವವನ ತಂದೆ ಎಂಬುದಾಗಿ. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നയിക്കുന്നത് കാനാൻ എന്ന് പറയുന്ന ഒരു ദേശത്തേക്കാണ്. ದೇವರು ದಾಸತ್ವದಲ್ಲಿದ್ದ ಇಸ್ರಾಯೇಲರನ್ನು ಈಜಿಪ್ಟಿನಿಂದ ಬಿಡುಗಡೆ ಮಾಡಿ കാനാനിಗೆ കർಕೊಂಡು ಹೋಗುತ್ತೇನೆ ಎಂದರು. ഇവിടെ ഹാം എന്ന് പറയുന്ന നോഹയുടെ രണ്ടാമത്തെ പുത്രന്റെ മകനാണ്. ഹാം എന്ന് പറയുന്ന പുത്രന്റെ മകനാണ് കാനാൻ. ಈ ಕಾನಾನನು ನೋಹನ ಎರಡನೆಯ ಮಗ ಹಾಮನ മകനാಗಿದ್ದ. നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് മുന്നോട്ട് ഇത് കാണുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ ഹാമിന്റെ പുത്രൻ കാനാൻ എടുത്തു പറഞ്ഞത്. ಇದು ಮುಂದೆ ಅನೇಕ ವಿಷಯಗಳಿಗೆ ಸಂಬಂಧಪಡುವ ಕಾರಣ ಇದನ್ನ ನಾವು ಗಮನದಲ್ಲಿಟ್ಟುಕೊಳ್ಳೋಣ. ഈ 3 പേരിൽ നിന്നാണ് ഭൂമിയിലെ ജനതകൾ രൂപം കൊള്ളുന്നതെന്ന് 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. 19ನೇ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಈ 3 ಗಂಡು ಮಕ್ಕಳ ಸಂತತಿ ಸಂತಾನ ಇಡೀ ಪ್ರಪಂಚವನ್ನ ವ್ಯಾಪಿಸಿಕೊಂಡಿದೆ. ഇനി 20-ാം വാക്യത്തിൽ നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കാണുകയാണ്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി, അവനൊരു മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു. 20ನೇ ವಚನ, ನೋಹನು ವ್ಯವಸಾಯಗಾರ, ದ್ರಾಕ್ಷಿ ತೋಟ ಮಾಡುವುದನ್ನು ಪ್ರಾರಂಭಿಸಿದವನು ಅವನೇ. ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയായിരുന്നു മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. ಇಸ್ರಾಯೇಲರ ವ್ಯವಸಾಯ ಮಾಡುವ ಸಮಯದಲ್ಲಿ ಅವರು ಬೆಳೆಯುವಂತ ಶ್ರೇಷ್ಠವಾದದ್ದು ದ್ರಾಕ್ಷಿ ತೋಟವಾಗಿತ್ತು. ഇവിടെ മുന്തിരിത്തോട്ടം ആരംഭിക്കുന്നത് ഈ നോഹ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. ಮೊಟ್ಟ ಮೊದಲು ದ್ರಾಕ್ಷಿ ತೋಟವನ್ನ ಪ್ರಾರಂಭ ಮಾಡಿದ್ದು ನೋಹ. ഇനി ഈ മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിച്ചു. അതിൽ 21-ാം വാക്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം, വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. 21ನೇ ವಚನದಲ್ಲಿ, ಒಮ್ಮೆ ಅವನು ಕುಡಿದು ಅಮಲೇರಿ ഗൂഢാരದಲ್ಲಿ ಬೆತ್ತಲೆಯಾಗಿ ಬಿದ್ದಿದ್ದನು. ഈ മുന്തിരിത്തോട്ടം അദ്ദേഹം വെച്ച് പിടിപ്പിച്ചു, മുന്തിരിയൊക്കെ നല്ല ഫലം പുറപ്പെടുവിച്ചു. പിന്നെ അതിൽ നിന്ന് നോഹയെക്കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്, നോഹ തന്നെ വീഞ്ഞുണ്ടാക്കി അത് കുടിച്ച് ഉന്മത്തനായി നഗ്നനായി കിടക്കുകയാണ്. ನೋಹನು ತಾನು ಬೆಳೆಸಿದ ದ್ರಾಕ್ಷಾ ತೋಟದಲ್ಲಿ ಆ ದ್ರಾಕ್ಷಾ ರಸವನ್ನ ಮದ್ಯಪಾನವಾಗಿ ಅತಿಯಾಗಿ ಕುಡಿದು ಅಮಲೇರಿ ನಗ್ನನಾಗಿ ಬಿದ್ದುಕೊಂಡಿದ್ದಾನೆ. അതായത് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ആ നോഹയുടെ അവന് ഉപജീവനമായിരുന്നു. ಈ ದ್ರಾಕ್ಷಿ ತೋಟ ಅನ್ನೋದು ಅವನ ಜೀವಿತದ ಒಂದು ಕೆಲಸದ ಭಾಗ. ഈ ഉപജീവനത്തിൽ നിന്ന് അവൻ പതിയെ ഒരു തിന്മയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അവൻ തന്നെ ഉണ്ടാക്കിയിട്ട് വീഞ്ഞു കുടിച്ചു. ಅವನ ಜೀವಿತದಲ್ಲಿ ಒಂದು ಭಾಗವಾಗಿದ್ದ ಆ ದ್ರಾಕ್ಷಿ ತೋಟದ ಕೆಲಸದಿಂದ ಅವನು ಕುಡಿದು ಅಮಲೇರಿ ಮತ್ತನಾಗಿ ಬಿದ್ದಿದ್ದ. അവിടുന്ന് വേറൊരു കാര്യത്തിലേക്ക്, അവൻ പോലും അറിയാതെ തന്നെ വേറൊരു കാര്യത്തിലേക്ക് വഴുതി വീണു. അവൻ ഉന്മത്തനായി നഗ്നനായി കിടക്കുകയാണ്. ಅವನು ಮಾಡಿದಂತ ತೋಟದ ಕೆಲಸದಲ್ಲಿಯೇ ಅವನ ಕೈ ಕೆಲಸದಿಂದಲೇ ಅವನು ನಗ್ನನಾಗಿ ಬೀಳುವಂತ ಪರಿಸ್ಥಿತಿ ಉಂಟಾಯಿತು. ഇങ്ങനെ ഒരു സംഭവം നോഹയുടെ ജീവിതത്തിൽ, ആ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ ഇനി ബാക്കി വലിയ വലിയ തിന്മയിലേക്ക് പോകുന്ന സംഭവങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ಈ ಒಂದು ಘಟನೆ ಅವರ ಕುಟುಂಬ ಜೀವಿತದಲ್ಲಿ ಅನೇಕ ಪರಿಣಾಮ ಬೀರುವುದನ್ನು ನಾವು ಮುಂದೆ ನೋಡುತ್ತೇವೆ. ഇനി 22-ാമത്തെ വാക്യം, കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ 2 സഹോദരന്മാരോടും പറയുകയും ചെയ്തു. 22ನೇ ವಚನ, ತನ್ನ ತಂದೆ ಬೆತ್ತಲೆಯಾಗಿರುವುದನ್ನು ಕಂಡ ಕಾನಾನನ ತಂದೆ ಹಾಮನು ಹೊರಗಿದ್ದ ಶೇಮ್, ಯಫತ್ ಸೋದರರಿಗೆ ತಿಳಿಸಿದನು. അതായത് ഈ ഹാം രണ്ടാമത്തെ മകൻ ഈ അപ്പൻ്റെ ഈ നഗ്നത കാണുകയും അത് പുറത്തുണ്ടായിരുന്ന സഹോദരന്മാരോട് പോയി പറയുകയും ചെയ്യുകയാണ്. ಈ ಎರಡನೇ ಮಗನಾದ ಹಾಮನು ತನ್ನ ತಂದೆಯ ನಗ್ನತೆಯನ್ನು ನೋಡಿದ್ದು ಮಾತ್ರವಲ್ಲದೆ ಅದನ್ನು ಹೊರಗಡೆ ಇದ್ದ ತನ್ನ ಸಹೋದರರಿಗೂ ತಿಳಿಸುತ್ತಾನೆ. ഈ നോഹ എന്ന് പറയുന്ന അപ്പൻ വീഞ്ഞു കുടിച്ച് അല്ലെങ്കിൽ മദ്യം കഴിച്ച് ഉന്മത്തനായി കിടന്നപ്പോൾ അത് വലിയൊരു അപമാനത്തിന് കാരണമാവുകയാണ്. ಈ ತಂದೆಯಾದ ನೋಹನು ಈ ದ್ರಾಕ್ಷಾರಸದಿಂದ ಅಮಲೇರಿ ನಗ್ನನಾಗಿ ಬಿದ್ದಿದ್ದು ಒಂದು ಅವಮಾನಕರವಾದ ಘಟನೆಯಾಗಿತ್ತು.
ഇതെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവമാണ് ഈ മദ്യം എന്ന് പറയുന്നുള്ളൊരു വലിയ വിപത്തും അതിൻ്റെ പരിണിത ഫലങ്ങളും. ಈ ಘಟನೆಯನ್ನ ನೋಡುವಾಗ ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿರುವ ಅನೇಕ ಕುಟುಂಬಗಳಲ್ಲಿ ಅಥವಾ ನಮ್ಮ ಸ್ವಂತ ಕುಟುಂಬಗಳಲ್ಲಿ ಸಹ ಈ ಮದ್ಯಪಾನಕ್ಕೆ ಬಲಿಯಾಗಿ ನಗ್ನರಾಗಿ ಅನೇಕ ವಿಧವಾದ ದುಷ್ಪರಿಣಾಮಗಳನ್ನು ಅನುಭವಿಸುವುದನ್ನು ನಾವು ನೋಡುತ್ತಿದ್ದೇವೆ. 2 വാക്യത്തിനകത്ത് കാണുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് ഉന്മത്തനാകുന്നു, നഗ്നനാകുന്നു. ഉന്മത്തത, നഗ്നത. 2 ಪದಗಳು. ಆ ದ್ರಾಕ್ಷಾರಸ ಅಮಲೇರಿ ಉನ್ಮತ್ತನಾಗಿ ಅವನು ನಗ್ನತೆ. ഈ നഗ്നത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ಈ ನಗ್ನತೆ ಅನ್ನೋದು ಬಹಳ ಪ್ರಮುಖವಾದ ಒಂದು ವಿಷಯವಾಗಿದೆ. അത് വലിയ അപമാനത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. ಅದು ಅವಮಾನಕರವಾದ ಚಿಹ್ನೆಯಾಗಿದೆ. അല്ലെ, ജഡിക പാപം, ശരീരസുഖം, അല്ലെങ്കിൽ വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗഭോഗം, ഇതെല്ലാമായിട്ടൊരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ നഗ്നത എന്ന് പറയുന്നത്. ಈ ನಗ್ನತೆ ಅನ್ನುವಾಗ ಸ್ವಯಂಭೋಗ, ವ್ಯಭಿಚಾರ, ಶಾರೀರಿಕ ದುರಿಚ್ಛೆಗಳು ಇವೆಲ್ಲವೂ ಅದಕ್ಕೆ ಪ್ರೇರೇಪಣೆಯಾಗುತ್ತದೆ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ കർണാടക ദേശത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ബാംഗ്ലൂർ പട്ടണത്തിന്റെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ നമുക്കത് കൃത്യം മനസ്സിലാവും. ನಾವು ಬೆಂಗಳೂರು ನಗರದ ಸುತ್ತಮುತ್ತಲು ಕಣ್ಣಾಯಿಸಿದರೆ ಇದು ನಮಗೆ ಸ್ಪಷ್ಟವಾಗಿ ಕಂಡು ಬರುತ್ತದೆ. നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ഡാൻസ് ബാറുകൾ, പബ്ബുകൾ. അത് ഈ ബാംഗ്ലൂർ മാത്രമല്ല, ലോകത്ത് പല സ്ഥലങ്ങളിലുമുണ്ട് ഈ ഡാൻസ് ബാറുകൾ, പബ്ബുകൾ. ಈ ಬಾರ್ ಅಂಗಡಿಗಳಲ್ಲಿ ಡ್ಯಾನ್ಸ್ ಮಾಡುವ ಸ್ಥಳಗಳಲ್ಲೆಲ್ಲ ಜನರು ಹೇಗೆ ನಗ್ನತೆಯಿಂದ ಇರುತ್ತಾರೆ ಎಂಬುದನ್ನು ನಾವು ನೋಡಿರುತ್ತೇವೆ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഓരോ മനുഷ്യർ വന്നിട്ട് ഇങ്ങനെ മദ്യപിക്കുന്നു. അതിനുശേഷം അത് വലിയ ജഡികമായ തിന്മയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ಪ್ರಾರಂಭದಲ್ಲಿ ಅವರು ಬರೀ ಮದ್ಯಪಾನ ಕುಡಿಯಲು ಹೋಗುತ್ತಾರೆ. ಅದು ಕುಡಿದ ನಂತರ ಅನೇಕ ಪಾಪಗಳಿಗೆ ಕಾರಣವಾಗುತ್ತದೆ. പിന്നെ അതിന് മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്, വേറൊരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് നമ്മുടെ മക്കളിലേക്ക്, നമ്മളിലേക്ക് പ്രദാനം ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള അശുദ്ധ ഭാവങ്ങളാണ്. ಇನ್ನೊಂದು ವಿಧದಲ್ಲಿ ನಾವು ನೋಡುವುದಾದರೆ ಸೋಷಿಯಲ್ ಮೀಡಿಯಾ ಮಕ್ಕಳು ಮೊದಲ್ಗೊಂಡು ಎಲ್ಲರೂ ಫೋನಲ್ಲಿ ಪರರ ನಗ್ನತೆಯನ್ನು ನೋಡುವುದು ಅಶುದ್ಧ ಕಾರ್ಯವಾಗಿದೆ. ഇതിന്റെ മറു സൈഡിൽ ഒരുപാട് നന്മയുണ്ട്, അത് സത്യമാണ്. നമ്മളിപ്പോൾ ഈ ബൈബിൾ സ്റ്റഡി എല്ലാം നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയുടെ തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടിലും ഒരുപാട് തിന്മ ഇതിലൂടെ നമ്മിലേക്ക് കയറി വരുന്നുണ്ട്. ಈಗ ನಮ್ಮ ಕೈಗಳಲ್ಲಿರುವ ಫೋನು, ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ಅನೇಕ ಒಳ್ಳೆ ವಿಷಯಗಳುಂಟು. ಈಗ ನಾವು ವಾಕ್ಯ ಪ್ರಬೋಧನೆಯನ್ನು ಸಹ ಅದರಲ್ಲೇ ಕೇಳ್ತಾ ಇದ್ದೇವೆ. ಆದರೆ ಅದರ ಮತ್ತೊಂದು ಭಾಗದಲ್ಲಿ ಬಹಳ ದುಷ್ಟತನವಿದೆ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കള്, കുഞ്ഞുങ്ങള്, യുവതി യുവാക്കള് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ നോഹയുടെ ജീവിതം വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പരാജയം ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ಈ ವಾಕ್ಯವನ್ನ ಆಲಿಸುತ್ತಿರುವ ನಾವು ಎಚ್ಚೆತ್ತುಕೊಳ್ಳಬೇಕು. ನಮ್ಮ ಕುಟುಂಬಸ್ಥರು, ಮಕ್ಕಳು, ಯೌವನಸ್ಥ ಮಕ್ಕಳಿಗೆ ಇದನ್ನ ತಿಳಿಸಿಕೊಡಬೇಕು. ಪರರ ನಗ್ನತೆಯನ್ನು ನೋಡುವಾಗ ನಮಗೆ ಎಂಥ ದುಷ್ಪರಿಣಾಮಗಳು ಉಂಟು. അതായത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇന്ന് സമ്മാനം കൊടുക്കുന്നത്, മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ബർത്ത്ഡേ സമ്മാനമൊക്കെ കൊടുക്കുന്നത്, 3 വയസ്സുള്ള 2 വയസ്സുള്ള കുഞ്ഞിന് വരെ സമ്മാനം കൊടുക്കുന്നത് മൊബൈല് അല്ലെങ്കിൽ ടാബ്, കമ്പ്യൂട്ടർ, ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് കുഞ്ഞുങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ അതുങ്ങൾ കരയുമ്പോഴൊക്കെ അതുങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ಇವತ್ತು ನಾವು ಚಿಕ್ಕ ಚಿಕ್ಕ ಮಕ್ಕಳಿಗೂ ಸಹ ಅವರ ಹುಟ್ಟುಹಬ್ಬ, ಒಳ್ಳೆಯ ಶುಭ ದಿನಗಳಲ್ಲಿ ಟ್ಯಾಬ್, ಮೊಬೈಲ್ ಫೋನ್ ಅನ್ನ ಕಾಣಿಕೆಯಾಗಿ ಕೊಟ್ಟು ಅವರನ್ನು ಖುಷಿಪಡಿಸುತ್ತೇವೆ ಎಂದು ತಿಳಿದುಕೊಳ್ಳುತ್ತೇವೆ. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താണ്? ഇത്തരത്തിലുള്ള തിന്മകൾ അറിയാതെ തന്നെ ഇതിലൂടെ നമ്മിലേക്ക് കടന്നു വരും. ಆದರೆ ಅದರ ದುಷ್ಪರಿಣಾಮ ಏನೆಂದರೆ ಅವರಿಗೆ ಗೊತ್ತಿಲ್ಲದೆ ಅವರು ಆ ಫೋನ್ಗಳ ಮೂಲಕ ನಗ್ನತೆಯನ್ನು ನೋಡಿ ಶಾಪಕ್ಕೆ ಒಳಗಾಗುತ್ತಾರೆ. രണ്ടാമത്തെ പുത്രനായ ഹാം എന്താണ് ചെയ്യുന്നത്? ഈ നഗ്നത കാണുകയും അത് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യണം. അത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ಹಾಮನು ಏನು ಮಾಡುತ್ತಾನೆ? ತಾನು ತಂದೆಯ ನಗ್ನತೆಯನ್ನು ನೋಡಿದ್ದು ಮಾತ್ರವಲ್ಲದೆ ಪರರಿಗೂ ಆ ವಿಷಯವನ್ನ ಶೇರ್ ಮಾಡ್ತಾ ಇದ್ದಾನೆ. നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. നമ്മൾ തന്നെ അറിയാതെ തിന്മയിൽ വീഴുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ തിന്മയിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ പരിണത ഫലം ഭയങ്കര വലുതാണ്. നമ്മളത് കാണാൻ പോവുകയാണ്. ಆದ್ದರಿಂದ ನಾವು ಎಚ್ಚೆತ್ತುಕೊಳ್ಳಬೇಕಾಗಿದೆ. ನಾವು ಪಾಪವನ್ನ ಮಾಡುವುದು ಮಾತ್ರವಲ್ಲದೆ ಪರರನ್ನು ಸಹ ಪಾಪಕ್ಕೆ ಪ್ರಚೋದನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു. അദ്ദേഹം തന്നെ വീഞ്ഞുണ്ടാക്കി കുടിച്ചു.
നഗ്നത അതെന്തോ ഒരു വലിയ തെറ്റിലേക്കാണ് വീണുപോയെന്ന് കണ്ടോ. ನೋಡಿ, ನೋಹನು ದ್ರಾಕ್ಷ ತೋಟವನ್ನು ತಾನೇ ವ್ಯವಸಾಯ ಮಾಡಿದ, ಆದರೆ ಅದನ್ನು ಅತಿಯಾಗಿ ಭುಜಿಸಿ ಅಮಲೇರಿ ಉನ್ಮತ್ತನಾಗಿ ನಗ್ನನಾಗಿ ಎಂತ ಕೆಟ್ಟ ಪರಿಣಾಮ ಅವರ ಮಕ್ಕಳ ಮೇಲೆ ಉಂಟಾಯಿತು. അത് മറ്റാരിലൂടെയും വന്നതല്ല. സംഭവം തിന്മ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മളെ വീഴ്ത്താൻ സാധ്യതയുണ്ട്. ಈ ಶೋಧನೆ ಬೇರೆಯವರಿಂದ ನಮಗೆ ಬಂದಿದ್ದಲ್ಲ, ನಮ್ಮೊಳಗೆ ಅದು ಉದ್ಭವವಾಗುತ್ತದೆ ಎಂಬುದನ್ನು ಚೆನ್ನಾಗಿ ಗ್ರಹಿಸಿಕೊಳ್ಳಬೇಕು. ഇനി 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈ ഹാം എന്ന് പറയുന്ന രണ്ടാമത്തെ പുത്രൻ ചെന്ന് സഹോദരന്മാരോട് ഈ കാര്യം പറഞ്ഞു. അവര് നല്ല ദൈവകൃപയുള്ളവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ಇನ್ನು ಇಬ್ಬರು ಮಕ್ಕಳು ಹಾಮನು ಬಂದು ಹೇಳಿದಾಗಲೂ ಸಹ ದೈವ ಭಯಭಕ್ತಿಯಿಂದ ಕೂಡಿದ ಆ ಮಕ್ಕಳು ಏನು ಮಾಡಿದರು ಎಂಬುದನ್ನು ನೋಡೋಣ. 23-ാം വാക്യം, ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പിറകോട്ട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. 23ನೇ ವಾಕ್ಯ, ಅವರಿಬ್ಬರು ಬಂದು ಹೊದಿಕೆಯನ್ನು ತೆಗೆದುಕೊಂಡು ಬೆನ್ನಿನ ಹಿಂದೆ ಹಾಕಿಕೊಂಡು ಹಿಂದಕ್ಕೆ ನಡೆದು ಬಂದು ತಂದೆಗೆ ಅದನ್ನು ಹೊದಿಸಿ ಅವನ ಮಾನವನ್ನು ಕಾಪಾಡಿದರು. അവർ മുഖം തിരിച്ചു പിടിച്ചത് കൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല. ಅವರಿಬ್ಬರು ಹಿಮ್ಮುಖರಾಗಿ ಇದ್ದುದರಿಂದ ತಂದೆ ಬೆತ್ತಲೆಯಾಗಿದ್ದುದನ್ನು ನೋಡಲಿಲ್ಲ. ഈ സഹോദരന്മാർക്ക് മനസ്സിലാവുകയാണ് അപ്പൻ അവിടെ നഗ്നനായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? അവരൊരു തുണി തോളയിലിട്ടുകൊണ്ട് പുറകോട്ട് നടക്കണം കേട്ടോ. ഒരു തിന്മയുടെ മധ്യേ അവർ പുറകോട്ട് നടന്നു എന്ന് അത് മറച്ചു പിടിക്കുകയാണ്. ನೋಡಿ, ಈ ಇಬ್ಬರು ಮಕ್ಕಳು ಮಾಡಿದ ಕೆಲಸ, ತಂದೆ ಈ ರೀತಿ ಬಿದ್ದಿದ್ದಾರೆ ಎಂದು ಗೊತ್ತಾದಾಗ ಅದನ್ನು ನೋಡಬಾರದು ಎಂದು ಹಿಮ್ಮುಖವಾಗಿ ನಡೆದು ಬಂದರು. അതുപോലെ തന്നെ അവർ കാണാതിരിക്കാൻ വേണ്ടി ആ സാഹചര്യത്തിലാണ്, അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവർ ആ സാഹചര്യത്തിലേക്ക് ചെന്നു. പക്ഷെ അവർ കാണാതിരിക്കാൻ മുഖം തിരിച്ചു പിടിച്ചു എന്ന് വ്യക്തമായിട്ട് കാണുകയാണ്. ಅವರು ಸಾಧ್ಯತೆ ಇತ್ತು ಆ ಪಾಪವನ್ನು ನೋಡಲು, ಆದರೂ ಅವರು ಪಾಪವನ್ನು ನೋಡಬಾರದೆಂದು ಹಿಮ್ಮುಖವಾಗಿ ಬೆನ್ನಿನನ್ನು ತೋರಿಸುತ್ತಾ ಬಂದರು. അതായത് ഒരു തിന്മയുടെ മധ്യേ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ തന്നെയാണെങ്കിലും ഇത് നടക്കുമ്പോൾ, ഈ തിന്മയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ തിന്മയിൽ വീഴാതിരിക്കാനും നോക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ನೋಡಿ, ನಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಇಂಥ ಒಂದು ಪಾಪದ ದುರವಸ್ಥೆಗೆ ಬಿದ್ದಿದ್ದ ವ್ಯಕ್ತಿಯನ್ನ ನೋಡುವಾಗ ಅವರನ್ನೂ ರಕ್ಷಿಸಬೇಕು, ನಾವು ಸಹ ಪಾಪಕ್ಕೆ ಬಿದ್ದು ಹೋಗದಂತೆ സുരക്ഷിതವಾಗಿರಬೇಕು. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കേണ്ട ആവശ്യകത തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ಹೀಗೆ ಮಾಡಲು ನಾವು ಸಂಪೂರ್ಣವಾಗಿ ದೇವರಲ್ಲಿ ಇರಬೇಕು. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട്. ಪ್ರವಾದಿ ಯೆಶಾಯನ ಗ್ರಂಥ 33ನೇ ಅಧ್ಯಾಯ ವಚನ 15ರಲ್ಲಿ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും. ಕೆಟ್ಟದನ್ನು ನೋಡದಂತೆ ಕಣ್ಗಳನ್ನ ಮುಚ್ಚಿಕೊಳ್ಳುವವನು ಉನ್ನತ ಲೋಕದಲ್ಲಿ ವಾಸಿಸುವವನು. കണ്ടോ, ഹാം എന്ന് പറയുന്ന ഒരു മകൻ ഒരു തിന്മ ദർശിച്ചു, അതിങ്ങനെ കൊട്ടിഘോഷിച്ച് നടന്നു. പക്ഷേ മറ്റേ രണ്ട് മക്കൾ എന്താണ് ചെയ്തത്? അത് ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടച്ചു. ನೋಡಿ, ಎರಡನೆಯ ಮಗ ಹಾಮನು ಆ ನಗ್ನತೆಯನ್ನ ನೋಡಿದನು, ಆದರೆ ಇನ್ನೂ ಇಬ್ಬರು ಮಕ್ಕಳು ನೋಡುವ ಅವಕಾಶ ಇದ್ದರೂ ಸಹ ನೋಡದೆ ಕಣ್ಣುಗಳನ್ನ ಮುಚ್ಚಿಕೊಂಡರು. അടുത്ത വാക്യങ്ങളില് 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന നോഹ നിദ്ര വിട്ടുണർന്നു കഴിയുമ്പോഴത്തേനും ഈ ഹാം എന്ന് പറയുന്നവനെ, അവന്റെ പരമ്പരയെ മുഴുവൻ ശപിക്കുകയും അതുപോലെ തന്നെ ബാക്കി രണ്ട് പുത്രന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. 24ನೇ ವಚನದ ಮೇಲೆ ನಾವು ನೋಡುತ್ತೇವೆ, ಈ ಅಮಲು ಇಳಿದ ನಂತರ ಎದ್ದ ನೋಹನಿಗೆ ವಿಷಯ ತಿಳಿದು ಬಂದಾಗ ಅವನು ಕೋಪೋದ್ರಿಕ್ತನಾಗಿ ಆ ಹಾಮಿಗೆ ಶಾಪವನ್ನ ಕೊಡುತ್ತಾನೆ, ಇನ್ನು ಇಬ್ಬರು ಸಹೋದರರಿಗೆ ಆಶೀರ್ವಾದವನ್ನ ನೀಡುತ್ತಾನೆ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഇങ്ങനെ വിചാരിക്കും നോഹ അങ്ങ് ശപിച്ചു വിട്ടതാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. ഈ ഹാം ചെയ്ത പ്രവൃത്തികൾക്ക് ತಾನೇ ಪರಿಣಿತ ಫಲಂ ಅವನು ಅವನ ತಲೆಮುರಕ್ಕೆ ವന്നു ചേരുന്നുണ്ട്. ಈಗ ನಾವು ಯೋಚನೆ ಮಾಡಬಹುದು, ತಂದೆ ನೋಹನು ಯಾಕೆ ಅವನಿಗೆ ಶಾಪ ಹಾಕಿದ ಅನ್ನೋ ರೀತಿಯಲ್ಲಿ. ಆದರೆ ಶಾಪ ಅವನಿಂದ ಮಾತ್ರ ಬಂದುದಲ್ಲ, ಹಾಮನು ಮಾಡಿದ ಕೆಟ್ಟ ಕಾರ್ಯ ಅವನಿಗೆ ಪರಿಣಾಮವನ್ನ ನೀಡಿತು. നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ ആദം മുതൽ ഇങ്ങനെ കാണുകയാണ്, ഓരോരോ പരാജയത്തിൽ ചെന്ന് വീഴുമ്പോഴും അവിടെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സംഭവം എന്താണ്? ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അറിയാതെ തന്നെ ഒരു പരിണിത ഫലം വന്നു കയറും. ನಾವು ಪ್ರಾರಂಭದಿಂದ ನೋಡಿಕೊಂಡು ಬರ್ತಾ ಇದ್ದೇವೆ, ಮನುಷ್ಯನು ಮಾಡಿದ ಎಲ್ಲಾ ಕೆಟ್ಟ ಕೆಲಸಗಳಿಗೆ ಅವನಿಗೆ ತಿಳಿಯದೆ ಅದರ ಪರಿಣಾಮ ಅವನ ಜೀವಿತದಲ್ಲಿ ಕಾರ್ಯ ಮಾಡಲು ಪ್ರಾರಂಭ ಮಾಡುತ್ತದೆ. ജീവിതത്തിൽ പരാജയം സംഭവിക്കും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം
ഇതിന് തൊട്ട് മുമ്പ് ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, മനുഷ്യന്റെ ഹൃദയവും ചിന്തയും എപ്പോഴും തിന്മയിലേക്ക് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നതെന്ന് ദൈവം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ಜೀವಿತದಲ್ಲಿ ನಾವು ಬಲಹೀನಾವಸ್ಥೆಯಲ್ಲಿ ಬಿದ್ದು ಹೋಗುವ ಸಮಯ ಸಂದರ್ಭಗಳುಂಟು. ಕಾರಣ ದೇವರೇ ಹೇಳ್ತಾರೆ, ಈ ಮನುಷ್ಯನ ಹೃದಯ ಸದಾ ಕೆಟ್ಟದರಿಂದ ತುಂಬಿದೆ. ഹാമിനെ പോലെ പെരുമാറാതെ, അതുകൊണ്ടാണ് നമ്മൾ തിരുവചനം പഠിക്കുന്നത്. ഹാമിനെ പോലെ പെരുമാറാതെ, ഷേമിനെയും യാഫത്തിനെയും പോലെ, ബാക്കി 2 പുത്രന്മാരെയും പോലെ തിന്മയ്ക്കെതിരെ കണ്ണടയ്ക്കുക തന്നെ ചെയ്യണം. ಹಾಮನಂತೆ ನಾವು ಪಾಪಕ್ಕೆ ಗುಲಾಮರಾಗದೆ, ಇನ್ನಿಬ್ಬರು ಮಕ್ಕಳಂತೆ ನಾವು പാപಕ್ಕೆ ನಮ್ಮ കണ്ണുകളನ್ನ ಮುಚ್ಚಿ ಆ ಪಾಪವನ್ನ ಜಯಿಸಬೇಕಾಗಿದೆ. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാലോ, ഒരു തിന്മ നിറഞ്ഞ സാഹചര്യത്തിലാണ്, ദേശത്തൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ನಮಗೆ ಚೆನ್ನಾಗಿ ತಿಳಿದಿದೆ, ನಾವು ಜೀವಿಸುತ್ತಿರುವ ಇಡೀ ಲೋಕ ಕೆಡುಕನ ವಶದಲ್ಲಿದೆ. ആ തിന്മയുടെ മധ്യേ എങ്ങനെ നടക്കണമെന്ന് തിരുവചനത്തിൽ ഓരോ വ്യക്തികളും നമ്മളെ പഠിപ്പിക്കുകയാണ്. ಆ ಕೆಡುಕಿನ ಮಧ್ಯೆ ನಾವು ಹೇಗೆ ಪರಿಶುದ್ಧವಾಗಿ ಜೀವಿಸಬೇಕೆಂದು ಒಂದೊಂದು ಘಟನೆಗಳು ನಮಗೆ ಪಾಠ ಹೇಳುತ್ತಿದೆ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, മദ്യപിക്കാനുള്ള സാഹചര്യമുണ്ട്, തിന്മ പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ മുമ്പിലും തൊട്ട് പിന്നാലെ എല്ലാം ഉണ്ട്. ಸ್ವಲ್ಪ ಯೋಚನೆ ಮಾಡಿ, ನಮ್ಮ ಕೈಯಲ್ಲಿ ಮೊಬೈಲ್ ಫೋನ್ ಉಂಟು, ಮದ್ಯಪಾನ ಕುಡಿಯಲು ನಮಗೆ ಅವಕಾಶ ಉಂಟು, ಪಾಪ ಮಾಡಲು ಎಲ್ಲ ಸ್ವಾತಂತ್ರ್ಯ ಉಂಟು. ഹാമിനെ പോലെ ഇതിനോടൊക്കെ സഹകരിച്ച് നമുക്ക് സ്വയം വേണം നാശത്തിലോട്ട് പോകാം. ಹಾಮನಂತೆ ನಾವು ಸ್ವಂತ ಇಚ್ಛೆಯಿಂದ ಆ ಪಾಪಕ್ಕೆ ಗುಲಾಮರಾಗಿ ನಾಶನದ ಹಾದಿಯಲ್ಲಿ ಹೋಗಬಹುದು. ഷേമിനെയും യാഫത്തിനെയും പോലെ ഇതിനെതിരെ കണ്ണടച്ച് ദൈവത്തിൽ ഉറച്ചു നിൽക്കാം. ಮತ್ತೆ ಶೇಮ್ ಮತ್ತು ಯಫೆತ್ ಅಂತೆ ಆ ಪಾಪದ ದುಷ್ಟಕೃತ್ಯಗಳಿಗೆ ಕಣ್ಗಳನ್ನ ಮುಚ್ಚಿ ಅದನ್ನ ಜಯಿಸಿ ದೇವರ ಮಕ್ಕಳಾಗಿ ಪರಿಶುದ್ಧತೆಯಲ್ಲಿ ಜೀವಿಸಬಹುದು. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പാരഗ്രാഫ് നമ്മൾ പഠിക്കുമ്പോൾ, ഈ ഒരു വചന പാസേജ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബങ്ങളാണ് ഇതിനകത്ത് ഇത് വായിക്കുമ്പോൾ നോക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള ചില തിന്മകൾ നടമാടുന്നുണ്ട്. ಈ ಅಧ್ಯಾಯವನ್ನ ಓದುವಾಗ ನಾವು ನಮ್ಮನ್ನೇ ಪರಿಶೋಧಿಸಿ ನೋಡೋಣ, ನಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ, ನಮ್ಮ ಮಕ್ಕಳಲ್ಲಿ ಇದು ದಿನನಿತ್ಯದ കാര്യವಾಗಿ മാർപ്പാടാകിದೆಯಾ ಎಂಬುದಾಗಿ. മാതാപിതാക്കളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈല് ഡിവൈസുകൾ, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം, അവരുടെ കൂട്ടുകെട്ടുകൾ എത്തരത്തിലുള്ളതാണെന്ന് കൂടുതൽ ശ്രദ്ധിക്കണം. ಇದನ್ನ ಆಲಿಸುತ್ತಿರುವ ತಂದೆ ತಾಯಿಗಳು ವಿಶೇಷವಾಗಿ ನಿಮ್ಮ ಮಕ್ಕಳ ಬಗ್ಗೆ ಗಮನ ಕೊಡಿ. ಅವರು ಉಪಯೋಗಿಸುತ್ತಿರುವ ಫೋನ್ಗಳು, ಅವರ ಸ್ನೇಹಿತರು, ಅವರ ಸಂಪರ್ಕ ಹೇಗಿದೆ ಎಂಬುದರ ಕಡೆ ಹೆಚ್ಚು ಗಮನ ಕೊಡಿ. മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവഭക്തിയുള്ള മക്കളെയല്ലേ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ಮಲಾಖಿಯನ ಗ್ರಂಥದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ದೈವ ಭಯಭಕ್ತಿಯುಳ್ಳ ಮಕ್ಕಳನ್ನಲ್ಲವೇ ನಾನು ನಿಮ್ಮಿಂದ ಅಪೇಕ್ಷಿಸುವುದು. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധാലുവാണ്. ഇതിപ്പോൾ നമുക്ക് നോഹയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ സംഭവിച്ചാണ് അല്ലേ. പിതാവാണ് ഒരു ദുർമാതൃകയായി പോയത് അവിടെ. ಈ ನೋಹನ ಜೀವಿತವನ್ನ ನೋಡಿದಾಗ ನಮಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತಾಗುತ್ತದೆ, ಈ ದುಷ್ಪರಿಣಾಮಕ್ಕೆ ಕಾರಣ ತಂದೆಯ ಒಂದು ಪಾಪದ ಕೆಲಸ. അപ്പോൾ നോഹ ഉള്ള ഒരു വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി പോകാതിരുന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. ತಂದೆಯಾದ ನೋಹನು ಅಷ್ಟೊಂದು ದ್ರಾಕ್ಷಾರಸ ಪಾನ ಮಾಡಿ ಅಮಲೇರಿ ನಗ್ನನಾಗಿರದೇ ಇದ್ದಿದ್ದರೆ ಇದೆಲ್ಲ ಸಂಭವಿಸುತ್ತಿರಲಿಲ್ಲ. ഇന്നത്തെ ഈ വചന പരമ്പര നമ്മളിവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തണം, നമുക്ക് എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടെന്ന്. ಈ ಸಮಯದಲ್ಲಿ ಈ ವಚನ ಶುಶ್ರೂಷೆಯ ಮೂಲಕ ನಮ್ಮ ಜೀವನವನ್ನು ಇನ್ನೂ ಪರಿಶೋಧಿಸಿ ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಪರಿಶುದ್ಧತೆಯಲ್ಲಿ ಜೀವಿಸಲು ಮನಸ್ಸು ಮಾಡೋಣ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ಒಂದು ಕ್ಷಣ ಕಾಲ ನಮ್ಮ ಕಣ್ಗಳನ್ನ ಮುಚ್ಚಿ ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബം മുഴുവനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ಕರ್ತರಾದ ಯೇಸುವೆ, ನಮ್ಮೆಲ್ಲರ ಕುಟುಂಬಗಳನ್ನು ನಿಮ್ಮ ಕರಗಳಿಗೆ ಸಮರ್ಪಿಸುತ್ತೇವೆ. ഞങ്ങളുടെ കുടുംബ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മദ്യത്തിന്റെയോ ദുശീലങ്ങളുടെയോ അടിമത്തം നടമാടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ನಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಕಾರ್ಯ ಮಾಡುತ್ತಿರುವ ಮದ್ಯಪಾನ, ಶಾರೀರಿಕ ದುರಿಚ್ಛೆ, ಪಾಪದ ಸ್ವಭಾವಗಳಿಂದ, ದುರಾತ್ಮನಿಂದ ನಮ್ಮನ್ನು ಬಿಡುಗಡೆ ಮಾಡಿರಿ ಯೇಸುವೆ. കർത്താവേ, ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ, ഈ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ തിന്മ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ಈ ವಾಕ್ಯವನ್ನ ಆಲಿಸಿ ಧ್ಯಾನಿಸುವುದರ ಮೂಲಕ ಆ ಪಾಪದ ದುರಿಚ್ಛೆ ನಮ್ಮಿಂದ ಬಿಡುಗಡೆಯಾಗಲಿ. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ಯೇಸುವೆ, ವಿಶೇಷವಾಗಿ ನಮ್ಮೆಲ್ಲರ ಮಕ್ಕಳನ್ನು ನಿಮ್ಮ ಕರಗಳಿಗೆ ಸಮರ್ಪಿಸುತ್ತೇವೆ. യുവാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ಯುವಕರನ್ನು ಸಮರ್ಪಿಸುತ್ತೇವೆ. എല്ലാ വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു. ಎಲ್ಲಾ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತೇವೆ. എല്ലാ ദമ്പതിമാരെ സമർപ്പിക്കുന്നു. ಎಲ್ಲಾ ದಂಪತಿಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತೇವೆ. തിന്മയുടെ ആസക്തികളെല്ലാം വിട്ടുപോകട്ടെ. ಅವರಲ್ಲಿರುವ ಪಾಪದ ದುರಾಸಕ್ತಿಗಳು ಬಿಡುಗಡೆಯಾಗಲಿ. എല്ലാ തിന്മയുടെ മേലും ഒരു ആധിപത്യം ലഭിക്കാൻ വേണ്ടി നമുക്കൊന്ന് സ്തുതിക്കാം. ಎಲ್ಲಾ ಪಾಪದ ದುರಿಚ್ಛೆಗಳನ್ನು ಜಯಿಸುವ ಒಂದು ಅಭಿಷೇಕ
ಅಭಿಷೇಕ ಅವರಿಗೆ ಲಭಿಸುವಂತೆ ಒಟ್ಟಾಗಿ ಸೇರಿ ಸ್ತುತಿಸೋಣ. ഹല്ലേലൂയ ಹಾಲೆಲೂಯ, 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 ಹಾಲೆಲೂಯ. ಹಾಲೆಲೂಯ. ನಮೋ ಮರಿಯೇ ವರಪ್ರಸಾದ ಪೂರ್ಣೆ, ಕರ್ತರು ನಿಮ್ಮೊಡನೆ ಇದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದರ ಬಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯ ದೇವ ಮಾತೆ, ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೇನ್. സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനത്തോടുകൂടെ ചേർന്ന് നിൽക്കാൻ ഒരിക്കൽ കൂടെ നമുക്ക് അവസരം തന്നതിന് നമുക്ക് നന്ദി പറയാം. ಪ್ರಿಯರೇ, ಮತ್ತೊಂದು ದಿನ ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಜೀವಿಸಲು ಕೃಪೆ ನೀಡಿದ್ದಕ್ಕಾಗಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನ ಸಲ್ಲಿಸೋಣ. നമ്മൾ ഇത് ധ്യാനിച്ചാൽ മാത്രം മതി തിന്മ നമ്മളിൽ നിന്ന് വിട്ടുപോക്കോളും. ಈ ವಾಕ್ಯವನ್ನ ನಾವು ಹೆಚ್ಚು ಧ್ಯಾನಿಸುವಾಗ ನಮ್ಮಲ್ಲಿರುವ ಪಾಪಗಳು ನಮ್ಮಿಂದ ಬಿಡುಗಡೆಯಾಗುತ್ತದೆ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം വരെ എത്തി. നിങ്ങളിത് ചുമ്മാ കേട്ടുപോയാൽ പോരാ, വചനം വായിക്കണം. ನಾವು ಆದಿಕಾಂಡ 9ರವರೆಗೆ ಬಂದಿದ್ದೇವೆ. ನೀವು ಕೇಳುವುದು ಮಾತ್ರವಲ್ಲ, ಸಮಯ ಸಿಕ್ಕಿದಾಗ ವಾಕ್ಯವನ್ನ ಮತ್ತೊಮ್ಮೆ ಓದಿ. ഈ വചനം വായിക്കുമ്പോൾ തന്നെ കുറെ പിശാചുകൾ തന്നെ വിട്ടുപോകും. ಈ ವಾಕ್ಯವನ್ನ ನೀವು ಓದುವಾಗಲೇ ಎಲ್ಲ ದುಷ್ಟ ದುರಾತ್ಮಗಳು ಬಿಡುಗಡೆಯಾಗುತ್ತದೆ. അപ്പൊ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. ഇത് ഷെയർ ചെയ്ത് നമുക്ക് ഒരുമിച്ച് വചനപ്രഘോഷണം നടത്തണം. ಇದನ್ನು ಎಲ್ಲರಿಗೂ ಶೇರ್ ಮಾಡಿ ಒಟ್ಟಾಗಿ ಸೇರಿ ಸುವಾರ್ತೆಯನ್ನು ಸಾರೋಣ. ഈ കർണാടക ദേശം മുഴുവൻ നമുക്ക് ഈശോയുടെ വചനത്താൽ പിടിച്ചെടുക്കണം. ಆಮೇನ್. ಇಡೀ ಕರ್ನಾಟಕ ರಾಜ್ಯವನ್ನು ದೇವರ ವಾಕ್ಯದ ಶಕ್ತಿಯಲ್ಲಿ ಭದ್ರಪಡಿಸೋಣ. അതിന്റെ ആ ഒരു കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ಆ ಕಹಳೆ ಕರ್ನಾಟಕ ರಾಜ್ಯವಿಡೀ ಮೊಳಗಲಿ. അപ്പൊ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ വചനത്തോട് നമുക്ക് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കാം. ದೇವರು ನಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ. ಇನ್ನೂ ಹೆಚ್ಚು ಹೆಚ್ಚಾಗಿ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಬೆಳೆಯೋಣ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാം നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.